നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ കമ്പാഷനേറ്റ് കേരളം വിഷൻ 2030 പദ്ധതിയുടെ അവലോകന യോഗം കൊച്ചി ഭാരത് ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. രാവിലെ 8:30 ആരംഭിച്ച യോഗം ഓരോ ജില്ലയിലെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി. പുതിയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കാനും ജില്ലകളെ സമ്പൂർണ്ണ പാലിയേറ്റീവ് കെയർ ലഭ്യത ഉളവാക്കാൻ പുതിയ കേന്ദ്രങ്ങൾ രൂപീകരിക്കുന്നതിനുമുള്ള കാര്യങ്ങൾ യോഗം ചർച്ച ചെയ്തു. രോഗി പരിചരണ സ്പോൺസർഷിപ്പുകളിലൂടെ മാത്രമേ സെന്ററുകളുടെ പ്രവർത്തനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതിനാൽ ECS പദ്ധതി വഴി സ്പോൺസർഷിപ്പുകൾ ഉറപ്പാക്കാനുള്ള പദ്ധതിക്കും രൂപം നൽകി. രാവിലെ 10:30 മുതൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചതും പ്രവർത്തനം ആരംഭിക്കാൻ തയ്യാറെടുക്കുന്നതുമായ ആൽഫ ലിങ്ക് സെന്ററുകളുടെ ഭാരവാഹികളുടെ യോഗം നടന്നു. ആൽഫ ചെയർമാൻ KM നൂർദീൻ അധ്യക്ഷത വഹിച്ചു. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ ആമുഖ പ്രഭാഷണവും വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, SAPC സ്റ്റേറ്റ് കോർഡിനേറ്റർ വിജിൻ വിൽസൺ എന്നിവർ പദ്ധതി പ്രവർത്തനങ്ങളും അവതരിപ്പിച്ചു. ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ പ്രൊഫസർ ജമീല, ഇന്ദിര ശിവരാമൻ തുടങ്ങിയവർ ആൽഫയുടെ രോഗി പരിചരണ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ, മറ്റ് വിവിധ സോഷ്യൽ ക്യാമ്പയിനുകൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു. ലിങ്ക് സെന്റർ ഭാരവാഹികളായ ഡോക്ടർ ഖാലിദ്, ജോൺ ഫിലിപ്പോസ്, അഷ്റഫ് മാണിക്യം, വിനയകുമാർ, ബീന വിനയകുമാർ, ഷാജി ജമാൽ, രാമചന്ദ്രൻ, ഉഷ രവീന്ദ്രൻ, ജലജകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. ആൽഫ ഏറ്റുമാനൂർ സെന്റർ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ഇന്നലെ ഏറ്റുമാനൂർ JB കോൺഫറൻസ് ഹാളിൽ നടന്നു. ജനുവരി 20 നടക്കുന്ന സെന്ററിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് VM മാത്യു അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ജോൺ ഫിലിപ്പോസ്, ട്രഷറർ ഇക്ബാൽ, വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാർ, കോട്ടയം കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ എന്നിവർ നേതൃത്വം നൽകി. സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ മാതിരപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആരിഷ് ക്ലബ് അംഗങ്ങൾക്കായി 10 സ്കിൽസ് ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. സ്കൂളിലെ ആരിഷ് ക്ലബ് കോർഡിനേറ്റർ അമ്പിളി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ആൽഫ തൃശൂർ സെന്ററിൽ പ്രതിമാസ അവലോകനം നടത്തി. സെന്റർ പ്രസിഡന്റ് ജോസഫ് പുന്നമൂട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗവേണിംഗ് കൗൺസിൽ മെമ്പർ ഇന്ദിര ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി. അയ്യന്തോൾ കോസ്റ്റ്ഫോർഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഫെബ്രുവരി 8 ജനറൽ ബോഡി യോഗം ചേരാൻ തീരുമാനിച്ചു. സെക്രട്ടറി CK സജീവ് സ്വാഗതവും അച്ചു ഷാജു നന്ദിയും പറഞ്ഞു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.